ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ചോക്ലേറ്റ് മൂസ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. കണ്ടു നോക്കാം വളരെ എളുപ്പത്തിൽ ഡെലിഷ്യസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു കട്ടിയുള്ള ബൗളിലേക്ക് 3/4 കപ്പ് സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കണം. ചോക്ലേറ്റ് ചിപ്സ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 150 മുതൽ 200 ഗ്രാം വരെ വരുന്ന ഈ കാഡ്ബറീസിൻ്റെ ഒക്കെ ചോക്ലേറ്റ് ബാർ ഉണ്ടല്ലോ, കുക്കിങ്ങിന് ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇതുപോലത്തെ ഉള്ളത്, അത് എടുക്കണം. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാഞ്ഞത്. കുറച്ച് മധുരമുള്ളത് സെമി സ്വീറ്റ് ആയിട്ടുള്ളത് വേണം ഇതെടുക്കാൻ. ഇതിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് തിളച്ച് വരുമ്പം നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്ത ഗ്ലാസ് ബൗള് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ആ വെള്ളത്തിൽ അത് മുട്ടിയിരിക്കുമൊന്നും വേണ്ട, അതിൻ്റെ ആ ചൂടാവിയും കൊണ്ട് തന്നെ ഇത് അലുത്ത് വരും. അപ്പം നിങ്ങൾ ചോക്ലേറ്റിൻ്റെ ബാറാണ് ഇടുന്നതെങ്കിൽ അത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് വേണം ഇടാൻ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 80 മില്ലി, അതായത് കപ്പ് അളവാണെങ്കിൽ 1/3 കപ്പ് വിപ്പിംഗ് ക്രീമാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഉരുക്കിയെടുക്കണം. ഇത് നമുക്കിനി പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ തിളച്ച ഒരു വെള്ളം തിളയ്ക്കുവാണല്ലോ അതിനടിയിലിരുന്ന്, അത് ഈ ബൗളെ മുട്ടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ആ ചൂടിന് ഇനി ഇത് നന്നായിട്ട് ഇളകി ഉരുകി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ചോക്ലേറ്റ് ചിപ്സ് എല്ലാം നന്നായിട്ട് അലുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീമിനകത്ത് കിടന്ന് അത് ആവി അടിച്ച് നന്നായിട്ട് അലുത്ത് നല്ല ഗ്ലേസി ആയിട്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. സെയിം മെത്തേഡാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കാം. നല്ല സൂപ്പറായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്കിനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ബീറ്റർ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. നല്ല തിക്ക് ക്രീം പോലായി കിട്ടും. അറിയാമല്ലോ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ചോക്ലേറ്റ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പം ഒരു 2-3 പ്രാവശ്യമായിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഉരുക്കിയത് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് രണ്ടും കൂടെ ബീറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ എല്ലാം കൂടെ നമുക്ക് ഈ സ്പാച്ചിലയും കൊണ്ടൊന്ന് വടിച്ചെടുത്ത് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് വേറെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ആ ചോക്ലേറ്റിൻ്റെ മധുരം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ മധുരം വേണം ഉള്ളവർക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുമ്പം നിങ്ങളുടെ പഞ്ചസാര മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഒരു പഞ്ചസാരയും വേറെ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് മൂസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാം. പുഡിംഗ് ഗ്ലാസ്സോ അല്ലെ ചെറിയ എന്തെങ്കിലും ബൗളോ അങ്ങനെയുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഓപ്ഷണലാണ്. നമുക്ക് അല്ലാതെ ചെറിയ സ്പൂണും കൊണ്ടൊക്കെ പാത്രത്തിലോട്ട് നല്ല ഭംഗിയായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പൈപ്പിംഗ് ബാഗ് ഉള്ളവരിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ്. ഇങ്ങനൊരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കിതുപോലെ സെർവ് ചെയ്യുന്ന ഒരു പുഡിംഗ് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് വെച്ചിങ്ങനെ നമുക്ക് ഒരു റൗണ്ടായിട്ടൊന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഈ പാത്രത്തിൽ മുഴുവൻ ഇത് ആക്കിയെടുക്കണം.
ഇപ്പോൾ നമ്മൾ ഈ പുഡിംഗ് ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയ പുഡിംഗ് ഗ്ലാസ് വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടെ ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കിയും കഴിക്കാം കേട്ടോ. അങ്ങനെ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയെടുത്തു. നമുക്ക് വർഷങ്ങളിൽ വരുന്ന ഓരോ വിശേഷ ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരുടെയും പിറന്നാൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ പിറന്നാളിനൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മധുരം നമ്മൾ വേറെ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കും നമുക്കിത് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇതിൽ നിന്ന് കുറച്ച് കഴിക്കാം, അതിനൊരു കുഴപ്പവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ എന്നെ വിവരം അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.